ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ റിംഗ് എക്സ്പാൻഷൻ്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാൻ പോകും. ഓക്കെ, ഇപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ ഒരു സൈക്ലോബ്യൂട്ടൻ ഉണ്ട്, ഒരു ആൽക്കീൻ പാർട്ട് ഉണ്ട്, നമുക്ക് എന്ത് അതിലേക്ക് നമ്മൾ H2 ആഡ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പം ഒബ്വിയസ്ലി H2 എന്ന് വെച്ചാൽ എന്താണ് നോക്കി. അപ്പോൾ ഈ ബോണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഷിഫ്റ്റ് ആക്കണം. ഒബ്വിയസ്ലി ബോണ്ട് ഷിഫ്റ്റ് ആക്കുന്നത് ഇങ്ങോട്ടേക്കണം, കാരണം എന്നാൽ ഇവിടെ പ്ലസ് വരത്തുള്ളൂ. ഷിഫ്റ്റ് ആകുമ്പോൾ ഈ മൈനസിലേക്ക് വരണം. അപ്പോൾ ഈ മൈനസിലേക്ക് നമ്മൾ എന്ത് പോകണം, ആ H+ പോയി അങ്ങ് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ H+ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ ബാക്കി റിമൈനിങ് നോക്കി. അപ്പോൾ അവിടെ H വന്നു, H കയറി. അപ്പോൾ ഇവിടെ എന്തുണ്ടായി, സെക്കൻഡറി കാർബോക്കേറ്റ് ഉണ്ടായില്ലേ. നോക്കി, ഈ ബോണ്ട് ഷിഫ്റ്റ് ആക്കുമ്പം ഇവിടെ പ്ലസ് വന്നാൽ അതിപ്പോൾ നോക്കി, അതിപ്പോൾ എന്തൊക്കെ പറയുക നോക്കി. നമ്മളിവിടെ വരെ എത്തി, ഇതാണ് ഇപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുക അല്ലേ. ഇവിടെ ഇപ്പോൾ പ്ലസ് വന്നു, ഇവിടെ വരെ ആക്കുമ്പോൾ വലിയ സംശയം വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതെന്താ, ഇത് ഓൾറെഡി ഇപ്പോൾ കാരണം ഇത് കൂടെ ഷിഫ്റ്റ് ആക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുക, H+ അറ്റാക്ക് ചെയ്യണം. H+ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് വന്നു, അവിടെ ഇപ്പം H കയറി, ബാക്കി റിമൈനിങ് എന്താണ്, അവിടെ പ്ലസ് വന്നു. അപ്പോൾ ഇതിപ്പോൾ എന്താ, സെക്കൻഡറി കാർബോക്കേറ്റ് ആണ് അല്ലേ. ഇതിപ്പോൾ എന്തൊരു കാർബോക്കേറ്റ് ആണ്, സെക്കൻഡറി കാർബോക്കേറ്റ് ആണ് ഓൾറെഡി. നോക്കി, അപ്പോൾ ഇത് സൈക്ലോബ്യൂട്ടൻ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ കാർബോക്കേറ്റ് ഉണ്ടാകും. അപ്പോൾ റീഅറേഞ്ച്മെന്റ് പോസിബിൾ ആണെങ്കിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. സൈക്ലോബ്യൂട്ടേന് സ്ട്രെയിൻ കൂടുതലാണ്. ആരെ കമ്പയർ ചെയ്യുമ്പം, സൈക്ലോപെന്റനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രെയിൻ കൂടുതലാണ് അക്കോർഡിംഗ് ടു ബെയർ സ്ട്രെയിൻ തിയറി. അപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ഈ സൈക്ലോബ്യൂട്ടനെ നമ്മൾ സൈക്ലോപെന്റൈൻ ആക്കാൻ ശ്രമിക്കണം. അപ്പോൾ ജസ്റ്റ് നോക്കിക്കേ, നമ്മളപ്പോൾ ഇതാ ഈ ഒരു ബോണ്ട് പൊട്ടിച്ച് ഈ കാർബണിലേക്ക് ഒന്ന് കൊടുത്തു നോക്കിക്കേ. അപ്പോൾ ബാക്കി റിമൈനിങ് എന്താ നോക്കി, ബാക്കി റിമൈനിങ് എന്താണെന്ന് നോക്കി. അപ്പോൾ അവിടെ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ നമ്മൾ എത്തി നിൽക്കുവാണ്, ഇതാ ഇവിടാണ് ഇപ്പോൾ ഓൾറെഡി ആ പ്ലസ് ഉള്ളത്. എന്നിട്ട് നമ്മൾ നോക്കി, ഇവിടെ ഈ ബോണ്ട് നമ്മൾ എന്താ വെച്ചാൽ പൊട്ടിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പോവാം. കണ്ടോ, അപ്പോൾ പ്ലസ്സിന് എവിടെ വരും, ഇവിടെ ആ ബോണ്ട് നഷ്ടപ്പെട്ടില്ലേ, നഷ്ടപ്പെടുമ്പോൾ ഇവിടെ പ്ലസ് വരും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്ര മെമ്പർ ഡ്രിങ്ക് ആണ് നോക്കിയേ, 1 2 3 4. ഇതൊരു 5 മെമ്പർ ഡ്രിങ്ക് അല്ലേ. ഒരു 5 മെമ്പർ ഡ്രിങ്ക് എന്ന് വെച്ചാൽ അത് ആക്ച്വലി എന്താണ്, അത് ആക്ച്വലി ഒരു 5 മെമ്പർ ഡ്രിങ്ക് എന്ന് വെച്ചാൽ അതെന്താണ്, ഒരു സൈക്ലോപെന്റൈൻ അല്ലേ. എന്താണ്, ഒരു സൈക്ലോപെന്റൈൻ ആണ് അല്ലേ. അപ്പോൾ സൈക്ലോപെന്റൈൻ ആവുമ്പം സൈക്ലോപെന്റൈൻ കിട്ടി. അപ്പോൾ മനസ്സിലായി എന്ത്, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, എവിടെ കൊടുക്കാം ആ ഒരു പ്ലസ് ഉണ്ട്. തൊട്ടപ്പുറത്ത് നോക്കിയേ, തൊട്ടപ്പുറത്തെ കാർബണിൽ എന്തുണ്ട്, ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട് അല്ലേ, ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത് നോക്കിക്കേ, ഇവിടെ നോക്കിയേ 1 2 3 ഇവിടെ ഉള്ളിൽ എന്തുണ്ട്, ഒരു എച്ചും ഉണ്ട്. ഈ ഗ്രൂപ്പ് ആക്ച്വലി എന്താണ്, ആ ഗ്രൂപ്പ് ആക്ച്വലി അത് ഓൾറെഡി ഒരു 1 2 3 ടേർഷറി ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ പ്ലസ് അവിടെ വന്നായിരുന്നെങ്കിൽ അത് മോർ സ്റ്റേബിൾ അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ എച്ചിനെ ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ആക്കിയായിരുന്നെങ്കിൽ, അതായത് ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടത്തിയായിരുന്നെങ്കിൽ ബാക്കി റിമൈനിങ് എന്തോ വരും നോക്കി, ഹൈഡ്രേഷൻ നടത്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ ബാക്കി റിമൈനിങ് എന്തോ നോക്കി, അതായത് ഇതാ ഇവിടെ മെറ്റ് നിൽക്കുവാണ്. അപ്പോൾ അതാ ഇനി ഇവിടാണ് നമുക്ക് എന്തുള്ളത്, ആ പ്ലസ് ഉള്ളത്. ആ H അവിടെ പോയി, H അവിടെ പോയി എന്താണ്, മോർ മീൻസ് എന്താ, ഇവിടെ മോർ സ്റ്റേബിൾ കാർബോക്കേറ്റ്. അപ്പോൾ എന്തുണ്ട്, ടേർഷറി കാർബോക്കേറ്റ് ആണ് എന്താ, മോർ സ്റ്റേബിൾ ആണ് അല്ലേ. ഈ ടേർഷറി കാർബോകാറ്റോണിലേക്കാണ് നമ്മൾ ഇനി ആരെ ആഡ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ H2O ആര് പോകുന്നത്, അങ്ങോട്ട് ആര് പോകണം, നമ്മുടെ OH മൈനസ് പോകണം. കാരണം H2O മീൻസ് നമുക്ക് എന്ത് എഴുതാം, HOH എന്ന് എഴുതിക്കൂടെ. ബോണ്ട് ഒട്ടിക്കുമ്പം H+ OH മൈനസും അല്ലേ. ആരാണ്, H+ OH മൈനസും ആണ് അല്ലേ. അപ്പോൾ ആ OH മൈനസ് ആണ് ഇപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ OH മൈനസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ബാക്കി റിമൈനിങ് എന്തായിരിക്കും, നമുക്ക് വരുന്നത് ആൻസർ അപ്പോൾ എന്തായിരിക്കണം, ബാക്കി അപ്പോൾ ആൻസർ എന്ന് വെച്ചാൽ എന്ത് വരേണ്ട, ഇവിടാണ് എന്ത് വരേണ്ടത്, നമ്മുടെ OH പോയി അറ്റാക്ക് ചെയ്യേണ്ടത് കണ്ടോ. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, റിംഗ് എക്സ്പാൻഷൻ ടൈപ്പിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി വേറെ റിംഗ് എക്സ്പാൻഷൻ ടൈപ്പിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഓക്കെ, താങ്ക് യു.